പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ ആർച്ച് പാലം ചെനാബ് പാലം 2025 ജൂൺ 6 ഉദ്ഘാടനം ചെയ്തത്. നദീനിരപ്പിൽ നിന്ന് 359 മീറ്റർ ഉയരം. ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത് ആര്? മനീഷ് ഖന്ന. സ്ഥാപക നേതാവിൻ്റെ ചിത്രം കറൻസിയിൽ നിന്ന് നീക്കം ചെയ്ത രാജ്യം ബംഗ്ലാദേശ്. മുജീബ് റഹ്മാൻ്റെ ചിത്രമാണ് നീക്കിയത്. അദ്ദേഹം രാഷ്ട്രപിതാവ് അല്ലെന്നും ബംഗ്ലാദേശ് പ്രഖ്യാപിച്ചു. ദക്ഷിണ കൊറിയയിൽ പ്രസിഡൻ്റായി ചുമതലയേറ്റത് ആര്? ലീ ജി മ്യൂങ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേരാണ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി. UN പൊതുസഭയുടെ അടുത്ത പ്രസിഡൻ്റായി നിയമിതയായത് ആരാണ്? അനലിന ബാർബോക്ക്. അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ചെടുത്തത് ആരാണ്? ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മനില, രാജ്യം ഫിലിപ്പൈൻസ്. ടെസ്ലയുടെ റോബോട്ട് പദ്ധതി തലപ്പത്തെത്തിയ ഇന്ത്യക്കാരൻ ആരാണ്? അദ്ദേഹത്തിൻ്റെ പേരാണ് അശോക് എല്ലുസ്വാമി. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി ഡിജിപിൻ ആവിഷ്കരിച്ചത് തപാൽ വകുപ്പ്. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത് USA. ഉപഗ്രഹാധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച കമ്പനിയുടെ പേര് സ്റ്റാർലിങ്ക്. ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് സ്റ്റാർലിങ്ക്. ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം ഇതാണ്: പ്ലാസ്റ്റിക് മലിനീകരണത്തിനെ തോൽപ്പിക്കുക. ഇംഗ്ലീഷിൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊള്യൂഷൻ. വിദ്വേഷ പ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങിയ സംസ്ഥാനം കർണാടകമാണ്. വിദ്വേഷ പ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങിയിരിക്കുന്നത്. ഏത് ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനമാണ് പഴയ ലോഗോ പുനഃസ്ഥാപിച്ചത്? സുപ്രീം കോടതിയാണ് പഴയ ലോഗോ പുനഃസ്ഥാപിച്ചത്. മുൻ ചീഫ് ജസ്റ്റിസായിരുന്ന DY ചന്ദ്രചൂഡിൻ്റെ കാലത്താണ് പുതിയ ലോഗോ കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് BR ഗവായ് പഴയ ലോഗോ വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? സാറ ജോസഫ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കിരീടം ചൂടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അവരുടെ ആദ്യ നേട്ടമാണ്. ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചു. 1/4 നൂറ്റാണ്ടായി മുരടിച്ചു കിടന്ന ഏത് റെയിൽ പദ്ധതിയാണ് കേരളത്തിൽ പുനരുജ്ജീവിപ്പിക്കാൻ അനുമതി കിട്ടിയത്? അങ്കമാലി ശബരിപാത. കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന ഏത് പദ്ധതിയാണ് പരിഷ്കരിക്കുന്നത്? ആ പദ്ധതിയുടെ പേരാണ് കാവൽ. ഹാരപ്പൻ സംസ്കാരത്തിന് 5000 വർഷം മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയത് ഇവിടെ? ഗുജറാത്തിലെ കച്ചിൽ. വിദേശ രാജ്യങ്ങൾക്കുള്ള അലൂമിനിയം, ഇരുമ്പുരുക്ക് എന്നിവയുടെ ഇറക്കുമതി തീരുവ 50% ആയി ഉയർത്തിയ രാജ്യം USA. UN രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ സഹാധ്യക്ഷ സ്ഥാനവും താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിച്ച രാജ്യം പാകിസ്ഥാൻ. ഇത്രയുമാണ് ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ്.